എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് RRB NTPCയിലെ ബയോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ കോൾഡ് ആസ് ല്യൂക്കോസൈറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിലെ ഏതാണ് ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്? അപ്പം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. റെഡ് ബ്ലഡ് സെൽസിനെ എന്താ വിളിക്കുക? എറിത്രോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. എറിത്രോസൈറ്റ്സ് എന്നാണ് നമ്മൾ റെഡ് ബ്ലഡ് സെൽസിനെ വിളിക്കുക. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസിലുള്ള പിഗ്മെൻ്റ് ആണ്. ആക്ച്വലി പിഗ്മെൻ്റ് ആണ്, അതിന് നിറം നൽകുന്ന പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് നമുക്കറിയാം നമ്മുടെ ക്ലോട്ടിങ്ങിന് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ്. അവരെ വിളിക്കുന്ന പേര് ത്രോംബോസൈറ്റ്സ് എന്നാണ്. ത്രോംബോസൈറ്റ്സ് എന്നാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ വിളിക്കുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ആരാ? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പം ഇവിടെ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ്. ഈ പേരുകൾ എല്ലാവരും ഓർത്തു വെക്കുക. റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്നാണ് വിളിക്കുക. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ പിഗ്മെൻ്റ് ആണ്, അതായത് അതിന് നിറം നൽകുന്ന പദാർത്ഥമാണ്. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ത്രോംബോസൈറ്റ്സ് എന്നാണ്. അതേപോലെ നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് ല്യൂക്കോസൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പിനേൽ ഗ്ലാൻഡ് സെക്രീറ്റ്? അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പിനേൽ ഗ്ലാൻഡ്. ഇത് എവിടെ കാണപ്പെടുന്നു? ബ്രെയിനിനകത്ത് കാണപ്പെടുന്നു. ഓക്കെ, ബ്രെയിനിനകത്താണ് പിനേൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഹൈപ്പോതലാമസിൻ്റെ തൊട്ടടുത്തായി കാണപ്പെടുന്ന ഭാഗമാണ് പിനേൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ചെറിയ ഗ്ലാൻഡാണ്. അത് സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? ഹോർമോൺ സെക്രീറ്റ്. ഇതിൽ എല്ലാം ഹോർമോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിനേൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്നത് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പാൻക്രിയാസ് ആണ്. ഓക്കെ, പാൻക്രിയാസ് ആണ് നമ്മുടെ എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ബീറ്റാ സെൽസ് എന്ന് വിളിക്കുന്ന സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മെലാറ്റോണിൻ്റെ അവിടെ ഇരിക്കട്ടെ. ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നതും പാൻക്രിയാസ് തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അവിടെ സെൽസിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അവിടെ ആൽഫ സെൽസ് എന്നാണ്. ആൽഫ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻസുലിനും ഗ്ലൂക്കോഗോണും പാൻക്രിയാസ് തന്നെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ്, അതിനകത്തുള്ള സെൽസുകളാണ് വ്യത്യാസം. ഇൻസുലിൻ ആണെങ്കിൽ ബീറ്റാ സെൽസ് എന്ന് വിളിക്കും, ഗ്ലൂക്കോഗോൺ ആണെങ്കിൽ ആൽഫ സെൽസ് എന്ന് വിളിക്കും. ഇനി ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുന്നത് എന്തിലാ? നമ്മുടെ പുരുഷന്മാരിൽ സെക്രീറ്റ് ചെയ്യുന്നതാണ്. അതെന്താണ്? ടെസ്റ്റിസ് ആണ് നമ്മുടെ സെക്രീറ്റ് ചെയ്യുന്നത്. പുരുഷന്മാരിൽ ടെസ്റ്റിസിലാണ് ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പിനേൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? നമ്മുടെ മെലാറ്റോനിൻ എന്ന് പറയുന്ന പദാർത്ഥമാണ്, അല്ലെങ്കിൽ ഹോർമോണാണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ പിനേൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി മെലാറ്റോനിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ റിതം കൺട്രോൾ ചെയ്യാം. അതായത് നമ്മുടെ ശൈലികൾ, നമ്മുടെ ജീവിതചര്യ. ഇപ്പം നിങ്ങൾ വേക്കപ്പ് സൈക്കിൾ അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ്, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ് എന്നുള്ള ചോദ്യം ചോദിക്കാം. അതേതാണ്? പിനേൽ ഗ്ലാൻഡ് ആണ് ഉത്തരം. പിനേൽ ഗ്ലാൻഡ് ആണ് ബയോളജിക്കൽ ക്ലോക്ക്, അതായത് നമ്മുടെ വേക്കപ്പ് സൈക്കിൾ. ഇപ്പം നമുക്കറിയാം, നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു. അങ്ങനെ നമ്മുടെ വേക്കപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ റിതം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബയോളജിക്കൽ ക്ലോക്കായ പിനേൽ ഗ്ലാൻഡ് ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താണ്? മെലാറ്റോനിൻ എന്നാണ് ഹോർമോണിൻ്റെ പേര്. ഇത് മാത്രമല്ല, ഓരോ ഓർഗൻസ് സെക്രീറ്റ് ചെയ്യുന്ന, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകൾ നോക്കിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൂ ഡിസ്കവേർഡ് റൈബോസോംസ് ഇൻ സെൽ ബയോളജി? അപ്പം റൈബോസോംസ് ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. ഇങ്ങനെ ബയോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ, സെല്ലാരാ കണ്ടുപിടിച്ചത്, ന്യൂക്ലിയസ് ആരാ കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം എല്ലാം ഇവരുടെ പേര് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണ് റൈബോസോംസ് കണ്ടുപിടിച്ചത്? ജോർജ് എമിൽ പെലേഡ് ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ജോർജ് എമിൽ പെലേഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? റൈബോസോംസ് കണ്ടുപിടിച്ചത്. ഇനി ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് നോക്കാം.
അലക്സ് ജെഫ്രീസ് എന്താ കണ്ടുപിടിച്ചത്? ആക്ച്വലി DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ അലക്സ് ജെഫ്രീസ് ആണ്. അതുപോലെ ഇവനോസ്കി എന്താ കണ്ടുപിടിച്ചത്? ഇവനോസ്കി കണ്ടുപിടിച്ചത് വൈറസുകളെ കുറിച്ച് പഠനം നടത്തി വൈറസുകളെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചത് ഇവനോസ്കിയാണ്. ഇനി സ്റ്റീഫൻ ഹെയിൽസ് എന്താണ് പ്രത്യേകത എന്താണ്? പുള്ളിയാണ് ഫാദർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി എന്നറിയപ്പെടുന്നത്. പ്ലാന്റ് ഫിസിയോളജിയുടെ എന്താണ് ഫാദർ അഥവാ പിതാവ്, പ്ലാന്റ് ഫിസിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്റ്റീഫൻ ഹെയിൽസ് ആണ്. അപ്പം അലക്സ് ജെഫ്രീസ് എന്താണ്? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ എന്താണ് കണ്ടുപിടിച്ചതാണ്. ഇവനോസ്കി എന്താണ്? നമ്മുടെ വൈറസിനെ കണ്ടുപിടിച്ചതാണ്. ഇനി സ്റ്റീഫൻ ഹെയിൽസ് എന്താണ്? ഫാദർ ഓഫ് പ്ലാന്റ് ഫിസിയോളജി എന്നറിയപ്പെടുന്നു. ഇനി ജോർജ് എമിൽ പലീഡ് എന്താണ്? റൈബോസോംസിനെ ഡിസ്കവർ ചെയ്ത വ്യക്തിയാണ് ജോർജ് എമിൽ പലീഡ് എന്ന് വിളിക്കുന്ന സയൻറ്റിസ്റ്റ്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആർട്ടറീസ് ക്യാരി ബ്ലഡ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്ത് വെക്കണം. നമ്മുടെ ഹൃദയമുണ്ട്, നമ്മുടെ ഹൃദയമാണെന്ന് വിചാരിക്കാം. ഹൃദയത്തിൽ നിന്ന് ആർട്ടറി വഴിയാണ് ആർട്ടറി വഴിയാണ് എല്ലാവിടേക്കും എന്ത് പോകുന്നത്? ആർട്ടറി വഴി എല്ലാവിടേക്കും നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് എല്ലാം ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് എത്തിക്കുന്നു. ബാക്കി വെയിന് വഴി എന്ത് ചെയ്യുന്നു? വെയിന് വഴിയാണ് നമ്മുടെ ശരീരത്തിന് ഹാർട്ടിനകത്തോട്ട് എന്ത് വരുന്നത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് വന്നു ചേരുന്നത്. അപ്പം ആർട്ടറി എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള ഓക്സിജൻ ഉള്ള ബ്ലഡ് എത്തിക്കുന്നു. വെയിനുകൾ എന്ത് ചെയ്യുന്നു? അത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ മലിനമായ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ഹാർട്ടിനകത്തേക്ക് തിരിച്ചെത്തിക്കുന്നു. അപ്പം എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആർട്ടറി ക്യാരി ബ്ലഡ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓക്സിജൻ എന്ന് വേണം എഴുതാം. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഡാഷ് കണക്ട് മസിൽ ടു ദ ബോൺ, അതായത് മസിലുകളെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം മസിലുകളെ ആരാണ് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം? മസിൽ ടു ബോൺ ആണെങ്കിൽ അത് ഏതായിരിക്കും? ടെൻഡോൺസ് എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്. ടെൻഡോൺസ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ബോണിനെ വേറൊരു ബോണുമായിട്ട്, ഒരു എല്ലിനെ മറ്റൊരു എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെൻ്റ് ആണ്. ഒരു ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് മസിൽ ടു ബോൺ ആണെങ്കിൽ അതാരാണ്? ടെൻഡോൺസ് ആണ്. ബാക്കി രണ്ടെണ്ണം കണക്റ്റീവ് ടിഷ്യൂസ് തന്നെയാണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിലും മൂക്കിൻ്റെ തുമ്പത്തും ഒക്കെ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്. അത്രയും സോഫ്റ്റ് ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. എയറോലർ ടിഷ്യൂ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണപ്പെടുന്ന പല ജോയിൻറ്റുകളിലും കാണപ്പെടുന്ന ആളാണ് ആര്? എയറോലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻറ്റ്. ലിഗമെൻറ്റ്സ് ആൻഡ് ടെൻഡോൺസ്, ഇത് മിക്ക ചോദ്യ പേപ്പറുകളിലും കണ്ടുവന്ന ഒരു ചോദ്യമാണ്. ലിഗമെൻ്റ് എന്ന് പറയുന്നത് ബോണിനെ ബോൺ, അതൊരു എല്ലിനെ എല്ലുമായിട്ട് കണക്ട് ചെയ്യാനും, ടെൻഡോൺസ് എന്ന് പറയുന്നത് മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ജനറ്റിക് ഇൻഫർമേഷൻ ഈസ് ക്യാരിഡ് ബൈ ലോങ് ചെയിൻസ് ഓഫ് മോളിക്യൂൾ. വാട്ട് ആർ ദീസ് മോളിക്യൂൾസ് കോൾഡ്? അപ്പം ഇവിടെ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്ന് വിചാരിക്കും DNA ആണ് ഉത്തരം എന്ന് വിചാരിക്കും. DNA ആണ് ഉത്തരം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് DNA കണ്ടില്ല. അപ്പം നമുക്ക് കൺഫ്യൂഷനായി. ഇത് ഞാൻ ആക്ച്വലി ഇട്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് വേറൊരു രീതിയിലും കൂടി ചോദിക്കാം. ദ ബേസിക് യൂണിറ്റ് ഓഫ്, അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് അല്ല, ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA എന്താണെന്ന് ചോദിക്കാം. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA എന്ന് ചോദിച്ചാലും ഇങ്ങനെ ഒരു ചോദ്യം വന്നാലും ഉത്തരം എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് ഉത്തരം. അതായത് ഒരു DNA, നമുക്കറിയാം DNA നമ്മൾ എല്ലാവരും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ത്രെഡിലൊക്കെ നമ്മളൊരു റിബൺ കെട്ടിവെച്ച പോലെ ഉണ്ടാവും നമ്മുടെ DNA എന്നറിയാം. ഈ DNA ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഓരോ വരിയും ഈ ഓരോ സ്ട്രാൻഡും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. ഈ ഓരോ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ ന്യൂക്ലിയോടൈഡ്സിനെ എങ്ങനെ നമ്മൾ
ചേർത്ത് വെച്ച് ഇങ്ങനെ ന്യൂക്ലിയോടൈഡ്സിനെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഓരോ സ്ട്രാൻഡ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് ചോദിച്ചത് എന്താണത്? ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉത്തരം. അതേപോലെ തന്നെ ഇവിടെ ശരിക്കും നമുക്ക് DNA ഉണ്ടെങ്കിൽ DNA ആൻസറായിട്ട് എഴുതാം. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ ഇവിടെ DNA ഇല്ലാത്ത അവസ്ഥയ്ക്ക് എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, റൈസ് ഇൻ ഷുഗർ ലെവൽസ് ഇൻ ബ്ലഡ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ സെൽസ് ഓഫ്. നമുക്കറിയാം, അതായത് നമ്മൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ, അതായത് എല്ലാവർക്കും ഡയബറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്, എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട് അല്ലേ എല്ലാവരും. അതായത് ഇത് കൺട്രോൾ ചെയ്യാൻ മരുന്നിൽ മാറാത്തവരെന്ത് ചെയ്യും? ഇൻസുലിൻ പുറത്തുനിന്ന് കുത്തിവെക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ എഫക്റ്റ് ചെയ്യുന്ന, അതായത് ആദ്യം നമ്മുടെ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പാൻക്രിയാസ് ആണ് തിരിച്ചറിയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ഷുഗർ, നമ്മുടെ മധുരം കണ്ടു കഴിഞ്ഞാൽ, അത് ഷുഗർ കണ്ടു കഴിഞ്ഞാൽ പാൻക്രിയാസിന് അത് തിരിച്ചറിഞ്ഞ് പാൻക്രിയാസ് എന്ത് ചെയ്യും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ കുറയ്ക്കാൻ ശ്രമിക്കും. അത് നമ്മുടെ പാൻക്രിയാസിന് എന്തെങ്കിലും എന്താണ് ഡിഫക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ തകരാറ് വരുന്ന സമയത്ത് ഈ ഇൻസുലിൻ മര്യാദയ്ക്ക് നമ്മുടെ ശരീരത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആ സമയത്താണ് നമുക്ക് ഷുഗർ വല്ലാണ്ട് കൂടി വന്ന് നമ്മൾ ഇൻസുലിൻ പുറത്തു നിന്ന് കുത്തിവെക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പം ഷുഗർ ലെവൽ നമ്മുടെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ ആദ്യം ഡിറ്റക്റ്റ് ചെയ്യുന്ന സെൽസ് ആരാണ്? പാൻക്രിയാസിനകത്തുള്ള ബീറ്റാ സെൽസ് ആണ്. ബീറ്റാ സെൽസ് എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെല്ലാണ്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ലിക്മസ് സൊല്യൂഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. ലിക്മസ് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തപ്പം ലിക്മസ് പേപ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് എന്താണ്? ലിക്മസ് പേപ്പർ, റെഡ് ലിക്മസ് പേപ്പർ ഉണ്ട്, ബ്ലൂ ലിക്മസ് പേപ്പർ ഉണ്ട്. ഇത് നമ്മൾ ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ എന്ന് മുക്കി വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് എവിടെ നിന്നാണ് ഈ സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ലൈക്കൻ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്താണ് ഈ ലൈക്കൻ? അതായത് നമുക്ക് ആൽഗയും ഫംഗയുടെയും കൂടെ ഒരുമിച്ചുള്ള അസോസിയേഷൻ, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത്, അതായത് രണ്ടുപേരും കൂടിച്ചേർന്ന് ഒരു പ്രത്യേകതരം മാസമായിട്ട് അതായത് നമ്മുടെ ഒരു ഓർഗാനിസമായിട്ട് മാറും. നമ്മൾ അതിനെയാണ് ലൈക്കൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ലൈക്കൻ എന്ന് പറയുന്നത് എന്താണ്? ലൈക്കൻ ആണ് ലിക്മസ് സൊല്യൂഷൻ. അതായത് പലതരത്തിലുള്ള ലൈക്കൻസ് ഉണ്ട്, അതിന് ഓരോ ടൈപ്പ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. അപ്പം പലതരത്തിലുള്ള ഈ ലൈക്കനിൽ നിന്നാണ് നമ്മൾ ലിക്മസ് സൊല്യൂഷൻ എന്ത് ചെയ്യുക? എക്സ്ട്രാക്ട് ചെയ്യുക. ഇനി വാട്ട് ഈസ് ദ അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംഗെ കോൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം എന്താണ്? ലൈക്കൻ ആണ്. ഇനി ലൈക്കൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. എന്താണ് ഈ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ ലൈക്കൻ വളരുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ ക്ലീൻ ആണ്, അവിടുത്തെ എയർ ക്ലീൻ ആണ്, സറൗണ്ടിങ് ക്ലീൻ ആണ് എന്ന്, അറ്റ്മോസ്ഫിയർ ക്ലീൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു ഇൻഡസ്ട്രീസിൻ്റെ അവിടെ ഒരിക്കലും ഇത് വളരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂട്ടഡ് ഏരിയാസിൽ ലൈക്കൻസ് വളരില്ല. അപ്പം ഈ ലൈക്കൻസ് വളരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അതിന് ചുറ്റുമുള്ള എയർ നമുക്ക് എന്താണ്? പ്യൂരിഫൈഡ് എയർ ആണെല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ക്ലീൻ ആണ് എന്ന് പറയും. അപ്പം ഒരു സ്ഥലം ഇപ്പം ലൈക്കൻ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പം ലൈക്കൻസ് ഒന്നുമില്ല, എവിടെയും ലൈക്കൻസ് വളരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സ്ഥലത്ത് പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് ലൈക്കൻസ് മാറുന്നത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അസിഡിറ്റി ഇൻ എ പേഴ്സൺ ക്യാൻ ബി ക്യൂർഡ് ബൈ കൺസ്യൂമിങ്. അതായത് അസിഡിറ്റി നമുക്കറിയാം, നെഞ്ചെരിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറെരിയുന്നു അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള HCl, നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള നമ്മുടെ വയറിനകത്തുള്ള HCl എന്ന് പറയുന്ന എന്താണ്? HCl എന്ന് പറയുന്ന ആസിഡ് അത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത്, കാരണം നമുക്ക് ഫുഡ് എത്താത്ത സമയത്ത് ഈ HCl പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ വയറിനകത്തുള്ള സെൽസിനെയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇതൊരു ആസിഡാണല്ലേ, HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ശരീരത്തിനകത്ത് വയറിനകത്ത് ഉള്ളത്. അതൊരു ആസിഡാണ്. അപ്പോൾ നമ്മൾ ഈ ആസിഡിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാവരും എന്താ? ജലൂസിൻ എന്ന് പറയുന്ന ഒരു
ലിക്വിഡ് കഴിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, അത് കഴിക്കും അല്ലേ. അപ്പം എന്താണ് ഈ നമ്മുടെ ജലൂസിൻ ഇല്ലെങ്കിൽ ഈ ഗുളികയ്ക്കകത്ത് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ സൊല്യൂഷനാണ് അതിനകത്ത് ഉള്ളത്. ആക്ച്വലി ഇതാണ് ജലൂസിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന അതായത് നമ്മുടെ ടോണിക് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ സൊല്യൂഷനാണ് കഴിക്കുന്നത്. അപ്പം ആസിഡിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. ഈ ബേസിക് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസ് ആണ്. ആക്ച്വലി ഈ ആസിഡ് എത്രയുണ്ടോ ആ ആസിഡിനനുസരിച്ച് നമ്മൾ ഈ ബേസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആസിഡിനെ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു കെമിസ്ട്രിയിൽ. അപ്പം ആസിഡും ബേസും കൂടി ചേർന്ന് അതൊരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയി നമ്മുടെ ആ വയറിച്ചിലും നെഞ്ചരിച്ചിലും ഒക്കെ എന്ത് ചെയ്യും, നിർത്തിത്തരും. അപ്പം ബേക്കിംഗ് സോഡ സൊല്യൂഷനാണ് നമ്മൾ അസിഡിറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. റിക്കറ്റ്സ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. എപ്പോഴും വിറ്റാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും അതിനകത്ത് ഉണ്ടാവും. അപ്പം വിറ്റാമിൻസ് ഇതിപ്പോൾ ഒരു റിക്കറ്റ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എല്ലാ തരം വിറ്റമിൻ ഡിഫിഷ്യൻസീസും അത് വരുന്ന ഡിസീസസുകളും പഠിച്ച് നിർബന്ധമായിട്ടും പഠിക്കണം. നല്ലോണം ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് ആക്ച്വലി. അപ്പം ഇവിടെ റിക്കറ്റ്സ് എന്താണ് എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം വരുന്നതാണ്. നമുക്ക് സൺലൈറ്റ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം, അഭാവം മൂലം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ എയുടെ കുറവ് കാരണം വരുന്നത് എന്താണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ സീറോഫ്താൽമിയ എന്ന് വിളിക്കുന്ന അസുഖങ്ങൾ വരുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. ഇനി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം വരുന്നത് ഏതാണ്, സ്കർവിയാണ് അല്ലേ. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം വരുന്നത്. ഇനി വിറ്റാമിൻ B1 മൂലം വരുന്നത് ഏതാണ്, ബെറിബെറിയാണ്. ഓക്കെ, വിറ്റാമിൻ B1 മൂലം വരുന്നത് ബെറിബെറിയാണ്. വിറ്റാമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ. വിറ്റാമിൻ സി എന്ന് പറയുന്നത് സ്കർവി. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ്. വിറ്റാമിൻ B1 എന്ന് പറയുന്നത് ബെറിബെറി. ഇതൊക്കെ ഡെഫിഷ്യൻസി ഡിസീസാണ്. അപ്പം ഈ ഡെഫിഷ്യൻസി ഡിസീസ് ഒരുപാടുണ്ട്, അത് ഫുൾ നോക്കിയിട്ട് പോവാം. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്